ഹായ് ഗായ്സ്, നമ്മുടെ ഒക്കെ വീടുകളിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഭിത്തിയുടെ സ്കർട്ടിങ്ങോട് ചേർന്നുള്ള ഭാഗത്ത് ഈർപ്പം തട്ടിയിട്ട് അത് പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ. ഇതിൻ്റെ ഒരു പരിഹാരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിന് നമ്മൾ ആദ്യമായി ഈ പോയ പെയിൻറ്റുകളൊക്കെ നമ്മൾ ആദ്യം വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇളക്കി മൊത്തം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തുണി മുക്കി നനച്ച് തുടച്ചെടുക്കുക. അതായത് നമുക്കത് വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഇപ്പം താമസമുള്ള വീടുകളിലേക്ക് ഇപ്പം വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വാഷ് ചെയ്യണം നിർബന്ധമില്ല. തുണി മുക്കി നന്നായിട്ട് തുടച്ച് ആ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഹീറ്റർ പോലുള്ള എന്തെങ്കിലും റൂം ഹീറ്റർ പോലുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നമ്മൾ ആ റൂമൊന്ന് ചൂടാക്കണം. റൂമെന്ന് പറഞ്ഞാൽ ഈ എവിടെയാണോ നമ്മുടെ പ്രശ്നമുള്ളത് അവിടെ ചൂടാക്കണം. ഇൻ കേസ് നമുക്ക് ഇതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മളിത് വൃത്തിയാക്കിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇത് തുറന്നിടണം. അതിന് ജലാംശമൊക്കെ പുറത്തേക്ക് പോയ ആ വായുവിലേക്ക് ലയിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹീറ്റർ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം ഇങ്ങനെയുള്ള സമയങ്ങൾ ഉപയോഗിക്കാതെ നല്ല ചൂടുകാലത്ത് വേണം ഈ പ്രവൃത്തി ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഭിത്തിയൊക്കെ ഉണങ്ങി നല്ല വൃത്തിയാവും. അതിന് ശേഷം നമുക്കൊരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ കെമിക്കലാണ്. അപ്പോൾ ആ കെമിക്കൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ രണ്ട് ടൈപ്പായിട്ട് കുറച്ച് പൗഡറും, അതായത് തരികളുള്ള പൗഡർ, ഏകദേശം സിമെൻറ്റ് പോലെ ഇരിക്കും. ഇതാണ് ആ സാധനം. അപ്പോൾ ഇത് എടുക്കുക. ഇത് 2 അളവെടുക്കുക. എന്ത് പാത്രത്തിലാണ് എടുക്കുന്നത് അത് 2 പാത്രം ഇതിലെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ കവറിനകത്ത് നോക്കി ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 112 എന്നാണ്. ഈ നമ്പറാണ് ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഈ ബ്രാൻഡ് നമ്പർ. നമുക്ക് ഈ സാധനമാണ് 2K എന്നൊക്കെ പറയും. ഈ സാധനമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ കെമിക്കലാണിത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ പൗഡർ 2 കപ്പ് എടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ തന്നെ ലിക്വിഡുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് ഒരു ക്യാനകത്താണ് വരുന്നത്. ആ സാധനം നമുക്ക് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് എടുക്കണം. ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ തുറന്ന് നോക്കുമ്പോൾ ഒരുമാതിരി വെള്ളം പോലെ കിടക്കുമെങ്കിലും ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് പാല് പോലെ വെളുത്ത് വരും. അപ്പോൾ ആ പാല് പോലുള്ള ആ ദ്രാവകമാണ് അല്ലെങ്കിൽ ആ കെമിക്കലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്തിട്ട്, വേറെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മളങ്ങ് എടുക്കുക. വേറെ ഗ്ലാസ്സില്ല നമ്മൾ. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ നമ്മളങ്ങ് എടുത്തിട്ട് ഈ കെമിക്കൽ അതിലേക്ക് ഒഴിക്കുക. അതായത് നമ്മൾ 2 ഗ്ലാസ് പൊടി എടുത്തു, 1 ഗ്ലാസ് ഈ കെമിക്കലും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് വലിയ ഒത്തിരി ഏരിയ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യാമെങ്കിൽ വളരെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് ഞാൻ കുറച്ച് ചെയ്യുന്നതുകൊണ്ട്, ചെറിയ ഏരിയകളൊക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറേശ്ശെ മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നത് പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല എല്ലാം നന്നായിട്ട് കുഴമ്പ് പോലെ പരുവത്തിൽ ആകണം. ഒത്തിരി ലൂസാകാൻ പാടില്ല, എന്നാൽ കട്ടിയായിട്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മളിത് അടിച്ച് കഴിയുമ്പോഴത്തേക്കൊന്നും ഒരുതരം ഗ്രിപ്പ് വരും. ആ വാളെല്ലാം നല്ല ഗ്രിപ്പ് വരും. മാത്രമല്ല നല്ല കോട്ടിങ്, നല്ല പവർഫുള്ളായിട്ട് ഇത് കോട്ടിങ് ആവും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ജലാംശം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഈ സാധനത്തെ കവർ ചെയ്ത് ജലാംശം പുറത്തേക്ക് വരില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ അങ്ങനെ കിടക്കും. അപ്പം ഇതിങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് കട്ടിയായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സിമെൻ്റൊക്കെ കുഴച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ബ്രഷിനൊക്കെ എടുത്ത് അടിച്ച് അങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിൻ്റെ പൗഡർ വളരെ നൈസ് പൗഡറാണ്. ചെറിയ തരിയുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ പൗഡറായിട്ട് വരുന്നത്. പൗഡറും ഈ ലിക്വിഡോട് ചേർന്ന ഒരു സാധനമാണ്. നല്ല കട്ടി കുഴമ്പ് പോലെ ആയിരിക്കുന്നത്. എന്താ, അപ്പോൾ ഈ സാധനം നമ്മൾ മൊത്തം വാളിലും നന്നായിട്ട് അടിച്ചു പിടിപ്പിക്കണം. അപ്പോൾ ഒരു തവണ നമ്മളിങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ 6 മണിക്കൂറെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മളിതിനെ ഉണങ്ങാൻ വിടണം. അപ്പോൾ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ കുറഞ്ഞ പക്ഷം സമയം അനുസരിച്ച് 6 മണിക്കൂറെങ്കിലും മിനിമം ഉണങ്ങാൻ വിടുക. 8 കിട്ടുവാണെങ്കിൽ അത്രയും നന്ന്. അപ്പോൾ ഒരു ദിവസം നമ്മൾ വേണമെങ്കിൽ അടിച്ചിട്ടിട്ട് ഈവനിങ്ങിലൊക്കെ അടിച്ചിട്ടിട്ട് നമ്മൾക്ക് വീട്ടിൽ പോകാൻ പിറ്റേ ദിവസം വന്നിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കുക രാവിലെ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് എല്ലാം പേപ്പറൊക്കെ പിടിച്ച് നമുക്ക് വൃത്തിയാക്കാം. അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു കോട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തം അടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് പുട്ടിയിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പുട്ടിയിട്ട് ഒരു കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ വിടുന്നു. രണ്ടാമത്തെ കോട്ട് നമ്മൾ വീണ്ടും 8 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 6 മണിക്കൂറിന് ശേഷം മിനിമം നമ്മൾ രണ്ടാം കോട്ട് അടിച്ച് നന്നായിട്ട് പിടിപ്പിക്കണം. നല്ല കവറിങ് ആയിരിക്കണം നല്ല. അപ്പോൾ നമ്മൾ ഈ പൊളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെയിൻറ്റ് പൊളിയാത്ത ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ആ ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ള ഭാഗത്തൂടെയൊക്കെ പൊള്ളിച്ച് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് അടിക്കണം. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഫില്ലായിട്ടാണ് നമ്മളിത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വേരിയേഷൻ, അതിപ്പോൾ ഉണങ്ങി വരുന്നതിൻ്റെ ഉള്ളൂ അങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അടിച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ 2 പേർക്ക് അടിച്ചു. ഇപ്പോൾ മൊത്തം വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്തി ആയിപ്പോൾ. അതിന് ശേഷം നമ്മളിപ്പോൾ പുട്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുട്ടിയാണെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ പുട്ടി പൗഡറായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റുക്കോ എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിലെ പൗഡറാണെങ്കിൽ നമ്മൾ പൗഡർ തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ അല്പം വൈറ്റ് സിമെൻറ്റ് ചേർത്ത് മിക്സ് ചെയ്യുമെങ്കിൽ ബെസ്റ്റായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ വൈറ്റ് സിമെൻറ്റും ഈ പുട്ടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിടും. വൈറ്റ് സിമെൻറ്റാണ് നമ്മളിപ്പോൾ ഇട്ടത്. അപ്പോൾ ഈ സ്റ്റുക്കോ പുട്ടിക്കകത്തോട്ട് വൈറ്റ് സിമെൻറ്റ് ഇട്ട് നല്ല ടൈറ്റായിട്ട് എടുത്ത ശേഷം അതാണ് നമ്മൾ വാളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാളിലേക്ക് അപ്ലൈ ചെയ്യുക. അത് നമുക്ക് 2 കോട്ട് പുട്ടി നമ്മൾ ചെയ്യണം. അപ്പോൾ 2 കോട്ട് നമ്മൾ ഫുള്ളായിട്ട് വാളിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് പേപ്പറൊക്കെ പിടിച്ച് വൃത്തിയാക്കി പൊടിയെല്ലാം തൂത്ത് കളഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് എമൽഷൻ പെയിൻറ്റ് നമ്മൾ ഏതാണോ നേരത്തെ ഭിത്തിയിൽ കിടന്നത് അത് തന്നെ വേണമെങ്കിൽ അടിക്കാം. അതല്ല നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അന്നേരം കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ചതെന്ന് പറയുന്നത് പ്രൈമറാണ്. അതായത് നമ്മൾ ആ വൈറ്റ് സിമെൻറ്റും സ്റ്റുക്കോയും കൂടെ മിക്സ് ചെയ്ത് നല്ല ടൈറ്റാണ്. അപ്പോൾ ശകലം അതിന് ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പ്രൈമറും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. അത് കൂടുതൽ ബലവും നൽകും, ആവശ്യത്തിന് ഒരു സ്മൂത്തും ആവും നമ്മുടെ പുട്ടി. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രൈമർ അതിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ പ്രൈമർ എന്ന് പറയുന്നത് വാട്ടർ പ്രൈമറാണ്, നമ്മൾ ഓയിൽ പ്രൈമറല്ല ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. PVA പ്രൈമർ എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്നത് ജോട്ടൻ്റെ മെറ്റീരിയലാണ് എല്ലാം ഉപയോഗിക്കുന്നത് ഇവിടെ. അപ്പോൾ ജോട്ടൻ്റെ PVA പ്രൈമറാണ് നമ്മൾ ഇപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചത്. ജോട്ടൻ്റെ തന്നെ സ്റ്റുക്കോ പുട്ടിയാണ് നമ്മൾ പുട്ടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വൈറ്റ് സിമെൻറ്റ് പിന്നെ നമുക്ക് പല ബ്രാൻഡുകളിൽ കിട്ടും. അപ്പം അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വൈറ്റ് സിമെൻറ്റ് ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല. ഈ പുട്ടിയാണേലും പ്രൈമറാണെങ്കിലും ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി നോക്കിയിട്ട് ജോട്ടനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നല്ല മൃദുവായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ അവസ്ഥയും കഴിഞ്ഞ് കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആ പുട്ടി നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ച ശേഷമാണ് നമ്മൾ ഉണങ്ങാൻ വിടുന്നത്. അത് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം അടിച്ച് ഉണങ്ങിയ ശേഷം വീണ്ടും രണ്ടാമതൊന്നും കൂടെ പുട്ടിയിട്ട് എല്ലാം ലെവലാക്കിയ ശേഷമാണ് നമ്മളതിൻ്റെ പേപ്പർ കൊടുത്തിലേക്ക് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിപ്പം ഏരിയ കൂടുതലുണ്ട്. അതായത് AC-യുടെ ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളവും എല്ലാം കൂടെ ചേർന്നാണ് മൊത്തത്തിൽ ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കവർ ചെയ്തു. ഇപ്പം നമ്മൾ പുട്ടിയിട്ട ശേഷം ഉണങ്ങിയ ശേഷം പേപ്പർ പിടിച്ച ഭാഗത്താണ് ഇപ്പം വീഡിയോ എടുത്തിട്ടുള്ളത്. കണ്ടിന്യൂ ഞാൻ എടുത്തിട്ടില്ല. അപ്പം പുട്ടിയെല്ലാം ഇട്ട് നല്ല പേപ്പറെല്ലാം പിടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട് ഇത്. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തിട്ട് റോളർ ചെയ്യുക എന്നുള്ള റോളർ ഉപയോഗിച്ച് പെയിൻ്റ് അടിക്കുക. അപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ച് ഇപ്പം സാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാൻഡിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്യും. അപ്പം വൃത്തിയായിട്ട് നമ്മൾ പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. എത്ര നാൾ കഴിഞ്ഞാലും പിന്നെ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ
ഏത് പെയിൻറ്റ് കടയിൽ ചെന്നാലും ഈ ഡോക്ടർ ഫിക്സറ്റിൻ്റെ കെമിക്കൽ കിട്ടും. അത് വിദേശത്തായാലും കിട്ടും, സ്വദേശത്തായാലും കിട്ടും. അപ്പം അതിന് 2K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം ഒന്നും കൂടെ. അതായത് 2Kയുടെ കവർ ഫോട്ടോ, അതായത് ആ പാക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇട്ടേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഫോട്ടോ കൊണ്ടുവന്ന് കടയിൽ കാണിച്ചു കൊടുത്താലും അവർ ആ സാധനം നമുക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഈ റൂമെല്ലാം നമ്മൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം പാക്കിങ് എല്ലാം എടുത്ത് കളഞ്ഞു. വാളിലെ മാസ്കിൻ്റെ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കൈമാറാവുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് ഈ 2K അപ്ലൈ ചെയ്യാന്ന് പറയുന്ന സംഭവം. അല്ലാതെ ഒരു വലിയ വാട്ടർ പ്രൂഫിങ് മെത്തേഡൊന്നുമില്ല. സംഭവം 2:1 എന്നുള്ള രീതിയിൽ ഇത് മിക്സ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതായത് പൗഡർ 2ഉം ലിക്വിഡും 1. അപ്പോൾ ഇത് നമ്മുടെ റൂം കഴിഞ്ഞ റൂമാണ്. അപ്പം അതിൻ്റെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൂമിലേക്ക് പോകണം. ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ അത് വൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. അത് ആ ഗ്ലെയർ കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്പർ എഴുതിയിട്ടുണ്ട്, കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ നമ്മളെ കടയിൽ കാണിച്ചാൽ മതി. ഇത് ഡോക്ടർ ഫിക്സറ്റിൻ്റെ 2K എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇത് കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.